إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ മസ്ജിദുൻ നബവി പ്രവാചകന്റെ പള്ളി, ഒരിക്കൽ അദ്ദേഹം ആ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്നതിന് വേണ്ടി ഇതുപോലെ പണി കഴിപ്പിക്കപ്പെട്ട മിമ്പറിലേക്ക് കയറുകയാണ്. 3 സ്റ്റെപ്പുകളാണ് ആ മിമ്പറിലേക്ക് കയറാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിലേക്കുള്ള ഓരോ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് കയറുമ്പോഴും ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ഖുത്ബയും മറ്റും കഴിഞ്ഞ് പതിവില്ലാത്ത ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് കണ്ടപ്പോ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ചോദിച്ചു, റസൂലേ, എന്താണ് അങ്ങ് ഇന്ന് ഖുത്ബയ്ക്ക് വേണ്ടി മിമ്പറിൽ കയറവേ ഓരോ സ്റ്റെപ്പുകളിലേക്കും കാലെടുത്ത് വെച്ചപ്പോ പതിവില്ലാതെ ആമീൻ എന്ന് പറഞ്ഞത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ മിമ്പറിൽ കയറാൻ നിൽക്കുന്ന വേളയിൽ റൂഹുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് വെച്ച് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനകൾക്കാണ് ഞാൻ ഓരോ സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴും കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ റബ്ബേ നീ ഇത് സ്വീകരിക്കണേ എന്ന അർത്ഥത്തിൽ അതിന് ആമീൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തായിരുന്നു ആ 3 കാര്യങ്ങൾ?
പ്രവാചകൻ പറഞ്ഞു, ഒന്നാമതായി ജിബ്രീൽ പ്രാർത്ഥിച്ചു, വാർദ്ധക്യത്തിലെത്തിയ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരുമോ മക്കളാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കെ മക്കൾ സംരക്ഷിക്കാതെ ആ മാതാപിതാക്കളെ നോക്കുക വഴി നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ നശിച്ചു പോട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതായി പ്രാർത്ഥിച്ചത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. രണ്ടാമത്തെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്കും അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനും ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമതായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, മൻ നദറക റമളാൻ ഫലം യുഗ്ഫറ ലഹ്. ഒരു മനുഷ്യന് റമളാൻ വന്നെത്തിയിട്ട് ഒരു റമളാനിൽ ജീവിക്കാനുള്ള അവസരം നൽകപ്പെട്ടിട്ട് ഒരു റമളാനിൽ കഴിഞ്ഞുകൂടാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകപ്പെട്ടിട്ട് ആ റമളാനിലൂടെ തന്റെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ കഴിയാതെ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കാതെ ആ റമളാൻ ആ മനുഷ്യനിൽ നിന്ന് അങ്ങ് വിട പറഞ്ഞാൽ ആ മനുഷ്യനെയും അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഞാൻ അതിനെ ആമീൻ എന്ന് പറയുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, റമളാനിലെ അവസാനത്തെ പത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഒരുപക്ഷെ മിക്കവാറും ഇൻഷാ അല്ലാഹ് അവസാനത്തെ വെള്ളിയാഴ്ച കൂടി ആയിരിക്കാം ഇത്. ഈ സമയത്ത് ഞാനും നിങ്ങളും ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് പ്രവാചകനും അള്ളാഹുവിന്റെ മുഖറബീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനുമായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി ഒരുമിച്ച് നടത്തിയ പ്രാർത്ഥന, അള്ളാഹു ഒരിക്കലും തട്ടാത്ത പ്രാർത്ഥന, അള്ളാഹു ഒരിക്കലും കബൂൽ ചെയ്യപ്പെടാതെ പോകുന്ന പ്രാർത്ഥന, ചെയ്യാതിരിക്കാതിരിക്കുന്ന പ്രാർത്ഥന. എന്താണ്? റമളാൻ വന്നിട്ട് പാപമോചനം നേടിയെടുക്കാൻ കഴിയാതെ, തൗബയിലൂടെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ കഴിയാതെ ഒരു മനുഷ്യനിൽ നിന്ന് റമളാൻ വിട്ടകന്നാൽ ആ മനുഷ്യൻ നശിച്ചത് തന്നെ. അല്ലാഹുവേ, നീ അവന് നാശം വരുത്തണേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആമീൻ പറയുകയും ചെയ്ത പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ചായിരിക്കണം ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെയും മനസ്സിൽ ഏറ്റവും മുഖ്യമായും ഉണ്ടായിരിക്കേണ്ടത്. റബ്ബേ, എൻ്റെ പാപങ്ങൾ എത്ര കണ്ട് നിന്നോട് ഏറ്റുപറയാനും നിന്നിൽ നിന്ന് മഗ്ഫിറത്ത് നേടിയെടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഈ സന്ദർഭത്തിൽ നമ്മെ നയിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യരെന്ന നിലക്ക് തെറ്റുകൾ സംഭവിക്കുക, അബദ്ധങ്ങൾ സംഭവിക്കുക, വീഴ്ചകൾ സംഭവിക്കുക, പാപങ്ങൾ ചെയ്യുക എന്നത് സുനിശ്ചിതമാണ്. പാപങ്ങൾ ചെയ്യാത്തവരായി അള്ളാഹുവിന്റെ പ്രവാചകനല്ലാതെ ലോകത്തൊരു മഖ്ലൂഖുമില്ല. മഅ്സൂമായ ആ പ്രവാചകൻ ഒഴിച്ച് മറ്റു സാധാരണക്കാരായ നമ്മൾ മുഴുവൻ മനുഷ്യന്മാരും ഏത് തെറ്റും ചെയ്യാം, എന്ത് തെറ്റും സംഭവിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും.
എല്ലാ മനുഷ്യരും പാപം ചെയ്യും. പക്ഷേ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ അത് തൗബ ചെയ്യുന്ന മനുഷ്യരാണ് എന്നും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം ചെയ്തു വരുന്ന പാപങ്ങളിൽ, ചെയ്തു വരുന്ന തമ്മാടിത്തരങ്ങളിൽ, ചെയ്തു വരുന്ന അധർമ്മങ്ങളിൽ അതിലുറച്ചു നിൽക്കാതെ, റബ്ബേ ഇതെങ്ങാനും എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് ഞാനെങ്ങാനും ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കാര്യം മഹാകഷ്ടമാണ് എന്നോർത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി അതിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരാണ് ഏറ്റവും ഉദാത്തരായ, ഏറ്റവും ഉത്തമരായ മനുഷ്യരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ജീവിതത്തിൽ ഒരുപക്ഷെ മക്കളറിഞ്ഞാൽ, ഭാര്യ അറിഞ്ഞാൽ, ഭർത്താവ് അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, അയൽക്കാരറിഞ്ഞാൽ, എല്ലാവരും മരണം വരെ എന്നെ വെറുക്കാൻ മാത്രം കാരണമായ എന്നിലെ ആ തെറ്റ്, അല്ലെങ്കിൽ മരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവർ എനിക്ക് മാപ്പ് തരാൻ ഒരുക്കമല്ലാത്ത വിധത്തിലുള്ള എന്റെ ആ തെറ്റ് അവരെങ്ങാനും അറിഞ്ഞാൽ പടച്ചവനെ അവർ എനിക്കൊരിക്കലും മാപ്പ് തരില്ല, എന്നോട് മരണം വരെ അവർ ഒരിക്കലും മിണ്ടില്ല. അത്രമാത്രം വലിയ തെറ്റുകളാവാം നമ്മുടെ കയ്യിലുണ്ടാവുന്നത്, അത്രമാത്രം തെറ്റുകളാവാം ഒരുപക്ഷെ നമ്മുടെ പക്കലുണ്ടാകുന്നത്. ആ തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി കണ്ണീരൊഴുക്കി റബ്ബേ അറിഞ്ഞുകൊണ്ട് റബ്ബേ ഇനി ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങില്ല അല്ലാ. അതുകൊണ്ട് ഇന്ന് വരെ സാഹചര്യങ്ങൾക്ക് വഴങ്ങി, മറ്റു സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്തുപോയ ആ തെറ്റുകളെ നീ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആ രീതിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ആ രീതിയിലുള്ള ഹൃദയവുമായി ഈ റമദാൻ വിട്ടൊഴിയണം. അപ്പോഴാണ് സഹോദരന്മാരെ ഈ റമദാനിലെ യഥാർത്ഥ വിജയം നമ്മൾ നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് തന്നെയാണല്ലോ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മളെ എല്ലാ അർത്ഥത്തിലും ശുദ്ധിയാക്കാനുള്ള, വൃത്തിയാക്കാനുള്ള, സ്ഫുടം ചെയ്തെടുക്കാനുള്ള വലിയൊരു ഇബാദത്തിലായിരുന്നു ഇതാ കഴിഞ്ഞ 22 നാളുകളിൽ അത്രയും. ഇനിയേറി വന്നാൽ 6-7 ദിവസങ്ങൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, എത്ര കണ്ട് നമ്മൾ ഇനി ഒരിക്കലും റബ്ബേ ആ തിന്മ ഞാൻ ഇനി വരുന്ന ശവ്വാലിലോ അല്ല, ഇനി എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും റബ്ബേ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ തിന്മ ചെയ്യില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ സഹോദരന്മാരെ, അള്ളാഹു പൊറുക്കാത്ത ഒരു തെറ്റുമില്ല, എല്ലാം പൊറുക്കും. നമ്മൾ 1 അല്ല, 2 അല്ല, 3 അല്ല, 100 അല്ല, അനേകം ആയിരം മനുഷ്യരെ കൊന്നൊടുക്കിയ കരങ്ങളാണ് ഇതെങ്കിൽ ആ മനുഷ്യന് പോലും തൗബയുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി പ്രവാചകൻ പഠിപ്പിച്ചു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, യാ ഇബാദി, എന്റെ അടിമകളെ. അള്ളാഹു മനുഷ്യരായ അവന്റെ അടിമകളായ നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്ന സ്നേഹവികാര നിർഭരമായ അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അവരോട് തന്നെ, അവർക്ക് തന്നെ ദോഷകരമായി തീരുന്ന, തങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരുന്ന തങ്ങളുടെ നരകം തങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങുന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിൽ മുഴുകി മുച്ചൂടും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മനുഷ്യരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ.
അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. നിങ്ങൾക്കൊരിക്കലും നിരാശയില്ല. ഇനി എനിക്കൊക്കെ തൗബ ലഭിക്കുമോ? ഇനി എനിക്കൊക്കെ പാപമോചനം ലഭിക്കുമോ? ഞാൻ എൻ്റെ മാതാപിതാക്കളെ എത്ര കണ്ട് ദ്രോഹിച്ചവനാണ്, ഞാൻ എത്ര കണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവനാണ്, ഞാൻ എത്ര കണ്ട് ആരാരും അറിയാതെ ആ തിന്മയുമായി അഭിരമിച്ചവനാണ് എന്ന 100,000 തെറ്റുകൾ നമ്മുടെ മനസ്സിലൂടെ നമ്മളിലുള്ളത് കടന്നു വരട്ടെ, നമ്മളിലുള്ളത് കടന്നു വരട്ടെ. നമ്മൾ ചിന്തിക്കുക, റബ്ബേ ഇനി എനിക്കൊരു തൗബയുണ്ടോ എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കാൻ, അള്ളാഹു എല്ലാ ബദ്ധങ്ങളും പൊറുക്കാൻ സന്നദ്ധനാണ് എന്ന് അള്ളാഹുവിന്റെ കലാം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു സൂറത്തു തഹ്രീമിലൂടെ ഒന്നുകൂടി പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. മനുഷ്യരെ, ജീവിതത്തിൽ കിട്ടുന്ന ഒരേ ഒരു അവസരം, അല്ലെങ്കിൽ വലിയൊരു അവസരം, അല്ലെങ്കിൽ അടുത്ത വർഷം ഒരുപക്ഷേ കിട്ടാതെ പോയേക്കാവുന്ന അവസരം, ഈ റമദാൻ എന്ന ഉദാത്തമായ അവസരം. ഇനി ഇങ്ങനെ ഒരു റമദാനിൽ, ഇനി ഇങ്ങനെ ഒരു പള്ളിയിൽ, ഇങ്ങനെ ഒരു ഖുത്ബ കേട്ട് നമ്മളൊരു പക്ഷേ അടുത്ത വർഷം ബാക്കിയായി കൊള്ളണമെന്നില്ല. അള്ളാഹു നമുക്ക് തന്ന വലിയ അവസരമാവാം, വലിയൊരു ചാൻസ് ആവാം ഒന്ന് നന്നാവാൻ. ആ വന്ന് ചെയ്തു പോന്നിരുന്ന ആ തിന്മകളെല്ലാം വിട്ടൊഴിഞ്ഞ് റബ്ബേ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം, മനഃപൂർവം ഇനി ഞാൻ അതിലേക്ക് മടങ്ങില്ല അല്ലാ, എന്റെ ജീവനുള്ളിടത്തോളം കാലം എന്ന ദൃഢപ്രതിജ്ഞയുമായി ഒന്ന് മടങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു പറയുന്നു എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങുവിൻ. എങ്ങനെയുള്ള തൗബ? തൗബത്തൻ നസൂഹാ. നമ്മൾ നടത്തുന്ന തൗബ നസൂഹായ തൗബയാവണം. അതേ അള്ളാഹു സ്വീകരിക്കൂ. എന്താ നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ? അതിന് 3-4 ഷർത്തുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമതായി വേണ്ടത്, ഇനി ഏതായാലും എനിക്ക് പ്രായമായി, ഇനി ഏതായാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അപ്പൊ തൽക്കാലം ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാം. അങ്ങനെ ഒരു മനസ്ഥിതി വെച്ചുകൊണ്ടല്ല, റബ്ബേ ഇതെനിക്കൊരു പക്ഷേ നീ തന്ന അവസരമായേക്കാം, ഇനി എനിക്ക് ആ തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും റബ്ബേ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന ഉറച്ച ദൃഢപ്രതിജ്ഞയോടുകൂടിയായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഒരു തിന്മ അത് എന്തോ ആവട്ടെ, നമ്മുടെ കണ്ണിൽ ഒരു പക്ഷേ അത് നിസ്സാരമായേക്കാം, പക്ഷെ അത് മതിയാവാം നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ തിന്മ റബ്ബേ ഞാൻ അറിഞ്ഞുകൊണ്ട് റബ്ബേ അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞ വേണം. അപ്പോഴാണ് നസുഹായ തൗബയാവുകയുള്ളൂ. തീരില്ല. ആത്മാർത്ഥമായി നമ്മൾ മുൻപ് ചെയ്ത ആ തിന്മയിൽ നമുക്ക് ഖേദം വേണം, നമുക്ക് മനസ്താപം വേണം. നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ പടച്ചവനെ പുറത്തു തരണേ എന്ന കേവലം പ്രഹസനമായ ഒരു വാക്കായി ഒതുങ്ങരുത്. മറിച്ച് ആത്മാർത്ഥതയോടെ മനസ്സു തട്ടി പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സഹോദരന്മാരെ ആ തൗബ യഥാർത്ഥ തൗബയായി, നസൂഹായ തൗബയായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ഈ ഒരു രൂപത്തിലൊക്കെയാണ് നസൂഹായ തൗബ നമ്മൾ ചെയ്യേണ്ടത്. സൃഷ്ടാവിനോട് ചെയ്ത തെറ്റുകളാണെങ്കിൽ, സൃഷ്ടികളോട് ചെയ്ത തെറ്റുകളാണെങ്കിലോ, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ ചുറ്റിലുമുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, ആരോടുമാകട്ടെ, ഏത് മനുഷ്യനോട് ചെയ്ത ഏതേത് തെറ്റുകളും അവരോടുകൂടി നമ്മൾ ക്ഷമാപണം നടത്തണം. അപ്പോഴാണ് നസൂഹായ തൗബയായി അത് തീരുകയുള്ളൂ. അള്ളാഹുവിനോട് പറയുന്നതോടൊപ്പം ആ മനുഷ്യരെ കണ്ട്, ഇതാ എന്റെ അടുത്ത് നിന്ന് ആ വന്നത്, ആ പറ്റിയത് അതൊരു തെറ്റായിരുന്നു കേട്ടോ,
നീ അത് നാളേക്ക് മാറ്റിവെക്കരുത് കേട്ടോ, എനിക്കത് പുറത്തു തരണം കേട്ടോ എന്ന് അവരോട് മാപ്പ് ചോദിക്കണം. അവരോട് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കണം എന്നതാണ് നസുഹായ തൗബയുടെ ഷർത്തുകളിൽ ഒന്നായി പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ വൃത്തിയാവുക. ഈ റമദാൻ കഴിയുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും നമ്മൾ വൃത്തിയാവുക, എല്ലാ അർത്ഥത്തിലും നമ്മൾ ശുദ്ധിയാവുക. നിങ്ങൾ നോക്കൂ, പുതിയ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ സജ്ജരാവുക. ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആത്മവിശുദ്ധി, ആ വിശുദ്ധിയുടെ തനിമയും ആ വിശുദ്ധിയുടെ പൊലിമയും ആ വിശുദ്ധിയുടെ ആ ആദർശത്തിന്റെ പരിശുദ്ധിയും മരണം വരെ കെട്ടടങ്ങാതെ, അതിന്റെ ശോഭ നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായി തൗബ ചെയ്ത് ആത്മാർത്ഥമായി റബ്ബിനോട് ഖേദിച്ചു മടങ്ങി നേരായ ജീവിതം നയിക്കാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ഞാൻ നൽകും. നിങ്ങൾ വിചാരിക്കാത്ത അത്രയും ഉദാത്തമായ, ശോഭനമായ, സുഖകരമായ ഒരു ജീവിതം നാം നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു നൽകുന്ന ഓഫറാണ്. ആ ഓഫർ നമുക്ക് കിട്ടണം, ആ വാഗ്ദാനം നമുക്ക് കിട്ടണം. അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോവുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ ഉണർത്തിയതുപോലെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്, അല്ല ഉറപ്പാണ്. അതാണ് സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് എന്ന്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ഏതൊരു മനുഷ്യനും, ഏതൊരു നഫ്സിനും, ഏതൊരു ആത്മാവിനും തെറ്റുപറ്റുക തന്നെ ചെയ്യും. തീർച്ചയായും അവന്റെ മനസ്സ് അവനെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്കാണ് നയിക്കുന്നത് എന്നത് ഖുർആനിന്റെ നസ്വാണ്, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ ആ ഒരു തിന്മയിലേക്ക് പിശാച് കൊണ്ടുപോകുമ്പോ അതിൽ നിന്ന് പരമാവധി റബ്ബിനെ ഓർത്ത് മാറി നിൽക്കാനുള്ള കഴിവും കരുത്തും നേടിയെടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കുക എന്നതാണ് പരമപ്രധാനം. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇനി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തു വരുന്ന ആ തിന്മകളിലേക്ക് മടങ്ങില്ല റബ്ബേ, അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടെ റബ്ബിലേക്ക് മടങ്ങുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, റമദാനിൻ്റെ അവസാനത്തിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ സുപ്രധാനമായ ഒരു ഫർളായ കാര്യം എന്ന നിലക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. മുസ്ലിമീങ്ങൾക്ക് അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എല്ലാ മുസ്ലിമീങ്ങൾക്കും, ജീവിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും. എന്തിനാണ് സകാത്തുൽ ഫിത്ർ കൊടുക്കുന്നത്? പ്രധാനമായും 2 ലക്ഷ്യമാണത്. ഒന്ന് തുഹ്റത്തൻ ലിസ്വാഇമീൻ, മറ്റൊന്ന് വതുഅമത്തൻ ലിൽ മസാഖീൻ. ആദ്യം പറഞ്ഞു തുഹ്റത്തൻ ലിസ്വാഇമീൻ, നോമ്പുകാർക്ക് അതൊരു പരിശുദ്ധിയാണ്, മനുഷ്യനാണ്, സ്വാഭാവികമാണ്. നമുക്കിടയിൽ നിന്ന് എന്തെങ്കിലും കുറവുകളും അപാകതകളും എല്ലാം വരാം. അങ്ങനെ റമദാനിൽ വന്ന കുറവുകളും അപാകതകളും എല്ലാം അതിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം വതുഅമത്തൻ ലിൽ മസാഖീൻ, മിസ്കീനുകളായ മനുഷ്യർക്കതൊരു തണലാണ്, അതവർക്കൊരു ആശ്വാസമാണ്, അതവർക്കൊരു ഭക്ഷണമാണ്. അപ്പൊ അതിൻ്റെ കൃത്യമായ രൂപം നിങ്ങൾ പലപ്പോഴും കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. സഹോദരന്മാരെ, നമ്മുടെ ഈ പള്ളിയിലും അതുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിനെത്രയാണ് ക്യാഷ്? ഒരാൾക്ക് 140 രൂപ, 2 കിലോനും ഒരൽപ്പവും. അതാണ് ഒരാളുടെ ഫിത്ർ സക്കാത്തിന്റെ വിഹിതമായി നൽകേണ്ടത്. സഹോദരന്മാരെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ചൊരു വില വന്നേക്കും. അതുകൊണ്ട് തന്നെ കുടുംബനാഥന്മാർ, വീട്ടിലെ രക്ഷാകർത്താക്കൾ തൻ്റെ ഉത്തരവാദിത്വത്തിൽ തൻ്റെ ചെലവിൽ കഴിയുന്ന ആരെല്ലാം ഉണ്ടോ, നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് പോലും അത് കൊടുക്കണമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നോമ്പെടുത്തവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ, നോമ്പെടുക്കാൻ കഴിയാതെ വീട്ടിൽ അസുഖവുമായി കിടക്കുന്ന ആളുകളൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഫർള് ബാധ്യത അത് വീട്ടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് നിങ്ങളുടെ ബാധ്യത നിങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ശവ്വാൽ മാസം, ശവ്വാൽ 1 ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ പിന്നെയുള്ള ശവ്വാലിലെ ആ മാസം മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രത്യേകമായൊരു സുന്നത്ത് നോമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശവ്വാലിലെ 6 നോമ്പ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. മൻ സ്വാമ സിത്തം മിന ശവ്വാൽ കാന ഖസിയാമിദ് ദഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ 1 കഴിഞ്ഞു, ശവ്വാൽ അവസാനിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും 6 ദിവസം തുടർച്ചയായി ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ശവ്വാൽ കഴിയുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു 6 ദിവസമാണെങ്കിൽ അങ്ങനെ 6 ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ ആ ഒരു വർഷം മുഴുവനും, അഥവാ 365 ദിവസവും നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നഷ്ടപ്പെടുത്തരുത്. അതെല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സ്വതക്കയായി സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അനേകം വർഷങ്ങളായി പ്രവർത്തിച്ചു പോരുന്ന തണൽ എന്ന ആ ഒരു സംരംഭത്തിലേക്കാണ്. തണൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അവരുടെ പ്രവർത്തന പദ്ധതികൾ എന്നുള്ളത് ഈ നാട്ടുകാരുടെ നിലക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം. പ്രത്യേകിച്ചും കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസിന് വിധേയരാകുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരിൽ ഒരുപാട് ആളുകൾക്ക് സൗജന്യ നിരക്കിൽ, ഇനി കാശ് കൊടുക്കാൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ ആളുകളാണെങ്കിലോ അവർക്ക് തീർത്തും സൗജന്യമായും. സഹോദരന്മാരെ, 7ഓളം യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തണലിന്റെ സംവിധാനം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയും അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ എണ്ണപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ വൃക്കകൾ എന്നുള്ളത്. അതിൻ്റെ പ്രവർത്തനക്ഷമതയെ കാര്യമായി ബാധിക്കുമ്പോഴാണ് ഡയാലിസിസിന് മനുഷ്യന്മാർ വിധേയരാവേണ്ടി വരുന്നത്. ഒന്നരാടം അല്ലെങ്കിൽ ഈ 2 ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണ 4 തവണ, ഇങ്ങനെ പല രീതിയിലും അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് എത്രയോ കാശ് ചെലവഴിക്കപ്പെടേണ്ടി വരുന്ന അസുഖം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പുറത്തന്വേഷിച്ചാൽ എത്ര കൊടുക്കണം നമുക്ക് ആ ഡയാലിസിസിന് നടത്തപ്പെടാൻ? ഞാൻ അറിഞ്ഞിടത്തോളം വലിയൊരു സംഖ്യയുണ്ട്. അങ്ങനെ ഒന്നരാടവും അല്ലെങ്കിൽ 2 ദിവസവും 3 ദിവസവും ഒക്കെ കൂടുമ്പോ ഇതിങ്ങനെ അതിങ്ങനെ നടത്തി ജീവൻ നിലനിർത്താൻ, മരണം വരെ കൊണ്ട് നടക്കേണ്ട ആ പ്രോസസ്സ് അത് പൂർത്തിയാക്കാൻ ഒരു കുടുംബം എത്ര ക്യാഷ് ചെലവഴിക്കണം പ്രിയമുള്ളവരെ? ആ കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ വലിയ പങ്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടുന്നൊരവസ്ഥ. കുടുംബത്തിലെ ഒരാൾക്ക് വന്നാൽ മതി ആ കുടുംബത്തിലെയും വീടിന്റെയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
സഹോദരന്മാരെ, വലിയ പ്രയാസമാണത്, വലിയ വലിയ പരീക്ഷണമാണത്. അതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ തണലിന്റെ സെന്ററിൽ പോയി ഈ ജുമഅയിൽ ഇതാ നമ്മോടൊപ്പം വന്നിരുന്ന് ജുമഅയിൽ പങ്കെടുക്കേണ്ട നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ, മുസ്ലിമീങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ ആ സമയത്ത് ഇപ്പോഴും പോയ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കും തങ്ങളുടെ ശരീരത്തിലെ മോശമായ അണുക്കൾ ബാധിച്ച രക്തമെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ശരീരത്തിലേക്ക് ആ രക്തം കയറ്റിയെടുക്കുന്ന സംവിധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കിയും നമ്മൾ എത്ര ആരോഗ്യത്തോടെയാണ്, എത്ര ആഫിയത്തോടെയാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട, ഈ ശറഫാക്കപ്പെട്ട റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെയൊക്കെ പേരുകളുള്ള, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ജനിച്ച നമ്മുടെയൊക്കെ സഹോദരന്മാർ ആ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുമല്ല കൂട്ടരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഈ ഡയാലിസിസിന് വിധേയമാകുന്ന മനുഷ്യന്മാർ അല്ലേ, നമ്മളൊക്കെ പറഞ്ഞു കേട്ട് നമുക്ക് അനുഭവമുള്ളൂ. അത് കഴിയുന്നതോടെ പിന്നെ അവർക്ക് വലിയ ക്ഷീണമാണത്രേ, വലിയ വേദനയാണത്രേ, വലിയ പ്രയാസമാണത്രേ അല്ലേ. പിന്നെ ഒരു ദിവസത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ആ ഒരു പ്രക്രിയക്ക് വിധേയമാകുന്ന ആളുകൾ. എന്തൊരു പരീക്ഷണമാണിത്, എന്തൊരു പ്രയാസമാണിത്. അള്ളാഹുവെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ, അള്ളാഹുവെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അതോടൊപ്പം തണൽ നൽകി പോരുന്ന വലിയൊരു സംരംഭമാണ്, സഹായമാണ്. വളരെ കുറഞ്ഞ വിലക്ക് മരുന്നുകൾ വിൽക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പോ ഇങ്ങനെ കുറഞ്ഞ വിലക്ക് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പലതും നൽകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അവരുടെ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, തണലിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന നമ്മുടെ കയ്യിലുള്ളത് എന്തോ ആവട്ടെ അത് ഒരുപക്ഷെ നമുക്ക് വലിയ തണലായി മാറും. ഇത്തരത്തിലുള്ള അസുഖങ്ങളെ തൊട്ട്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ട്, ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ സ്വതക്ക അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഈ അവസാനത്തെ, മിക്കവാറും ഇൻഷാ അല്ലാഹ് അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് കരുതപ്പെടുന്ന ഈ ഒരു ആഴ്ചയിലെ ഇന്നത്തെ സ്വതക്ക, ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും സഹോദരന്മാരെ എന്താണോ ഉള്ളത് വെച്ചാൽ അതിന്റെ മാക്സിമം. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കത് കൊണ്ടെല്ലാം നാളെയും ഇന്നും അഥവാ രണ്ട് ലോകത്ത് ഉപകാരമുണ്ടാവണം, നമുക്കത് ഫലമുണ്ടാകണം എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമറാഹിമീനായ റബ്ബേ, ഇതാ ഞങ്ങളിൽ നിന്ന് റമദാൻ വിട പറയുന്നു. ഞങ്ങളിൽ ഇനിയും എന്തെങ്കിലും അബദ്ധങ്ങളും തെറ്റുകളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അർഹമറാഹിമീനായ റബ്ബേ, നിങ്ങൾക്ക് എല്ലാം പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഞങ്ങൾ. അള്ളാഹുവെ, എല്ലാം പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, തെറ്റുകളെല്ലാം നിന്റെ കോടതിയിൽ പരസ്യപ്പെടുത്തി പരിഹാസ്യരാക്കുന്ന ഒരവസ്ഥ നാളെ ഞങ്ങൾക്ക് നീ വരുത്തി തീർക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഈമാനോടെ തഖ്വയോടെ മരണം വരെ ഈ റമദാനിൽ നിന്ന് ഉൾക്കൊണ്ട ഈമാനും തഖ്വയും മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ കൂടുതൽ സമാധാനവും ഇസ്സത്തും ബർക്കത്തും അഭിവൃദ്ധിയും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളായ മക്കളാക്കി നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന, നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ഈ ദീനിനും ഈ സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സൽസ്വഭാവികളായി, സത്യസന്ധരായി, മാതൃകായോഗ്യരായി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണതുണകൾ, ഞങ്ങളുടെ അയൽവക്കക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ നാട്ടുകാർ, റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇജ്അൽ ഖബ്റഹും റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ഇജ്അൽ ഖബ്റഹും റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്റഹും
ഹുഫ്റത്തൻ മിൻ ഹുഫരിൻ നീറാൻ. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് നമ്മുടെ നാസറാക്കാന്റെ മരുമകൾ മരണപ്പെട്ടു പോയത്. നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. ആ സഹോദരിക്ക് അല്ലാഹു എല്ലാ അർത്ഥത്തിലുമുള്ള മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പിതാക്കൾ, അങ്ങനെ പലരും അല്ലാഹുവേ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ നോക്കാൻ, കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ, കുടുംബത്തിന്റെ ജീവിതം ഭദ്രമാക്കാൻ അവർ നാടും വീടും കുടുംബവും വിട്ട് വിദേശങ്ങളിലാണ്. അർഹമർ-റഹീമീനായ റബ്ബേ, അവരുടെ ജോലികളിൽ നീ അവർക്ക് ബർക്കത്ത് നിറയ്ക്കണമേ റഹ്മാനെ. അവരുടെ ജോലികളിൽ നീ അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരുടെ ജോലികളിൽ നീ അവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെപ്പോലെ നാടുകളിൽ പല രീതിയിലും ജോലിയെടുക്കുന്ന ആളുകൾ, നിങ്ങളുടെ ജോലികളിൽ, നിങ്ങളുടെ മഈശത്തിൽ, ഞങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളിൽ അർഹമർ-റഹീമീനായ റബ്ബേ എല്ലാ അർത്ഥത്തിലുമുള്ള അഭിവൃദ്ധിയും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏതൊരവസരത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, യഥാർത്ഥ മുവഖ്ഖിദീങ്ങളായി, ശിർക്ക് സംഭവിക്കാതെ മരണപ്പെട്ടു പോവാൻ കഴിയുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇതാ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുന്നു. അടുത്ത റമദാനിൽ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭവനത്തിൽ ഞങ്ങളിൽ ആരൊക്കെ ബാക്കിയാവും എന്ന് ഞങ്ങളിൽ ഒരാൾക്കും ഉറപ്പില്ല. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമദാനുകളിൽ ആഫിയത്തോടെ അടുത്ത റമദാനുകളെ കണ്ടുമുട്ടാനുള്ള ആയുസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും അർഹമർ-റഹീമീനായ റബ്ബേ, എന്തെങ്കിലും കുറവുകളും അപാകതകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് ഞങ്ങൾക്ക് 2 ലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലുകളായി നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും അതിന്റെ അഖിലുകാർക്ക് നാളെ സാക്ഷി പറയുമ്പോൾ അതിന് അനുകൂലമായി സാക്ഷിത്വം ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള അപകടങ്ങളിൽ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്തിനെ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, കടബാധ്യതയുണ്ട്. അർഹമർ-റഹീമീനായ റബ്ബേ, അവരുടെ കടങ്ങൾ അവർക്ക് നീ തീർത്തു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ കടങ്ങൾ അവർക്ക് നീ തീർത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വർഷങ്ങളോളമായി വാടക കൊടുത്തും മറ്റും അന്യരുടെ വീടുകളിൽ കഴിയുന്ന മനുഷ്യന്മാർ, സ്വന്തമായി കൂരയില്ലാത്ത മനുഷ്യന്മാർ, അർഹമർ-റഹീമീനായ റബ്ബേ, തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് എന്താണോ ഉള്ളത് ഉള്ളത് കഴിച്ച്, ഒരു ഭാഗത്ത് ആരും വാടക ചോദിച്ചു വരാതെ, ഒരു ഭാഗത്ത് സമാധാനത്തോടെ അന്തിയുറങ്ങാനുള്ള സ്വന്തമായ വീട് എത്രയോ മനുഷ്യരുടെ സ്വപ്നമാണ്. എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം പോലും അതിനു വേണ്ടിയാണ്. റബ്ബേ, അവർക്ക് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവർക്കത് നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി തരണമേ റഹ്മാനെ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ ഭാവി നീ ശോഭനമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ ഭാവി നീ
ശോഭനമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല ഇണകളെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ല ഇണകളെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പള്ളി ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. കൂടുതൽ വിപുലമായ പദ്ധതികളും കാര്യങ്ങളുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. വലിയ സംഖ്യകൾ, വലിയ വലിയ ഫണ്ടുകൾ അതിനാവശ്യമായി വരുന്നുമുണ്ട്. അല്ലാഹു അതുമായി സഹകരിക്കാൻ, അതുമായി എല്ലാ അർത്ഥത്തിലും ഇണങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് നീ എല്ലാ അർത്ഥത്തിലും മനസ്സും സമ്പത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ അധ്വാനങ്ങൾ നീ പാഴാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ അധ്വാനങ്ങൾ നീ പാഴാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തട്ടരുത് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തട്ടി അകറ്റരുത് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളോടൊത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത്, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളോടൊത്ത് നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണസമയത്ത് നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഉച്ചരിച്ച് യഥാർത്ഥ മുവഹ്ഹിദീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള കഴിവും അറിവും തൻ്റെ ഇടവും ഇഖ്ലാസും ധൈര്യവും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ മഹല്ലത്തുകളിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും നിർഭയത്വത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും മാനസികാവസ്ഥയും പരിതസ്ഥിതിയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. പശ്ചിമേഷ്യയിലും മറ്റും പ്രയാസം അനുഭവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് നീ മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക് നീ അല്ലാഹുവേ നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതിൻ്റെ പ്രയാസങ്ങളിൽ പലതും നമ്മുടെ നാടുകളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് റഹ്മാനെ. ആ പ്രയാസങ്ങളെ കൂടുതൽ വിഷമതകളിലേക്ക് നീക്കിക്കൊണ്ടുപോകാതെ ആ പ്രയാസങ്ങളെല്ലാം നീ ഞങ്ങളെ തൊട്ട് അകറ്റണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നീ സുഗമമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നീ സുഗമമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇടപാടുകളിൽ നീ ബർക്കത്ത് ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇടപാടുകളിൽ നീ ബർക്കത്ത് ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടുന്ന ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കാതെ പോയവൻ എല്ലാ ഖൈറും നഷ്ടപ്പെട്ട ഹതഭാഗ്യനാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ആ ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ഈ റമദാനിലൂടെ എല്ലാ പാപങ്ങളും കെടുകപ്പെട്ട് പരിശുദ്ധി ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصرهم نصر عزيز مقتدر. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما وإنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا صيامنا وقيامنا وصدقاتنا يا رب العالمين. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعليه وصحبه أجمعين والحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.